ഹരേ രാമ 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 ഹരേ ഹരേ. രാമായണ മാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഇന്ന് കർക്കിടക മാസം എന്നിന്ന് പ്രയോഗത്തിൽ തന്നെ ഇല്ലാതായിരിക്കുന്നു. ആടിത്തിമിർത്ത് പെയ്യുന്ന മഴയുടെ കാലം ആയ കർക്കിടകം ഇന്ന് രാമായണ മാസം ആയി തന്നെ എല്ലാ തലങ്ങളിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാർ തലങ്ങളിലും ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം രാമായണ മാസം ആയി തന്നെ അംഗീകരിക്കുകയാണ്. ഒരു കാലത്ത് ഒരുപക്ഷെ പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നിത് വ്രതശുദ്ധിയുടെയും തീർത്ഥാടനത്തിൻ്റെയും കാലമായി മാറുകയാണ്. ദശരഥ സൂനുക്കളായ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളിലേക്ക് ഉള്ള തീർത്ഥയാത്ര, അത് ഒരേ ദിവസം തന്നെ ഈ 4 ക്ഷേത്രങ്ങളിലും ദർശിക്കുക എന്നത് വലിയ ഒരു സായുജ്യമായി ഭക്തജനങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നാലമ്പല തീർത്ഥാടനത്തിൻ്റെയും രാമായണ മാസത്തിൻ്റെയും പ്രാധാന്യം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. നാലമ്പല തീർത്ഥാടനം നമ്മൾ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ദാശരഥി ക്ഷേത്രങ്ങളിലേക്കുള്ള നാലമ്പല തീർത്ഥാടനത്തിൽ ദശരഥ സൂനുക്കളിൽ പ്രഥമനായ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലേക്കാണ് നമ്മുടെ യാത്ര. അത് രാമമംഗലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മാമലശ്ശേരി എന്ന സ്ഥലത്തുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ അനുഗ്രഹം വാങ്ങുവാനായി നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. മാമലശ്ശേരി എന്നാൽ മാൻ മലർന്നു വീണ സ്ഥലം എന്ന ഒരു അർത്ഥത്തിലാണ് മാമലശ്ശേരി എന്ന് പേര് വന്നിട്ടുള്ളത്. വനവാസകാലത്ത് സീതാവിരഹിയായ ശ്രീരാമൻ്റെ അവസ്ഥയിലാണിത്. അതായത് മായാ വേഷധാരിയായി വന്ന മാരീചനെ നിഗ്രഹിച്ചിട്ട് സീത വിരഹിയായി വനത്തിൽ കഴിയുന്ന ആ ശ്രീരാമദേവൻ്റെ ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം, ഇത് ഇവിടെ പ്രധാന ആയിട്ട് ഉപദേവനായിട്ട് ആ ഓവ് താങ്ങി നിൽക്കുന്ന ഹനുമാനുണ്ട്. ഈ ക്ഷേത്രം നേരത്തെ ഊരാഴ്മക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ ഭരണത്തിൽ ഈ ക്ഷേത്രത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ ഇവിടെ ഒഴുകിയെത്തുകയാണ്. ഓരോ വർഷവും വികസനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ പുതിയതായി തീർത്ത നടപ്പന്തലിൻ്റെ ഉദ്ഘാടനം പൂജനീയ ചിദാനന്ദപുരി സ്വാമികളാണ് നിർവഹിച്ചത്. അതിനു മുമ്പ് തന്നെ കൊടിമര പ്രതിഷ്ഠ നടന്നു. അങ്ങനെ ഓരോന്നായി ഈ ക്ഷേത്രം ഭക്തജനങ്ങളെ ആകർഷിക്കും വിധവും പ്രൗഢമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഭരതപ്പള്ളി മേമുറി ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. നമ്മളിപ്പോൾ നാലമ്പല തീർത്ഥാടന വഴിയിലെ രണ്ടാമത്തെ ക്ഷേത്രമായ ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. ശ്രീരാമൻ വനവാസത്തിന് പോയ വിവരമറിഞ്ഞ് ദുഃഖിതനായ ഭരതൻ പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം സഹോദരനായ ശത്രുഘ്നോടുമൊപ്പം നാട്ടിൽ ഗുരുവരനോടും മറ്റ് മാതാപിതൃ മറ്റ് വലിയ ജനവൃന്ദത്തോടുമൊപ്പം വനത്തിലെത്തി ജ്യേഷ്ഠനായ ഭഗവാനെ തിരിച്ചു കൊണ്ടുവരുവാനായി ഉള്ള ശ്രമത്തിന് കാട്ടിലേക്ക് പോകുന്ന വഴി കൊടുങ്കാട്ടിൽ വച്ച് ഇവരുടെ സൈന്യവും ഭരതശത്രുഘ്നന്മാർ പരസ്പരം വഴിതെറ്റി പിരിഞ്ഞുപോയി
അങ്ങനെ വഴിതെറ്റി പിരിഞ്ഞു പോയ സ്ഥലമ്പോൾ അവരെത്തിച്ചേർന്ന സ്ഥലം ത്താണ് ഈ ഭരതസ്വാമിയുടെ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അത് മേമ്മുറി എന്ന പേരിലാണ് അറിയുന്നത്. ആ സ്ഥലത്തിന് നേരത്തെ മാമലശ്ശേരിയിൽ നമ്മൾ പറഞ്ഞതുപോലെ മാൻ മലച്ചു വീണ സ്ഥലം മാമലശ്ശേരി ആയെങ്കിൽ അതിൻ്റെ മേൽമുറി വീണ സ്ഥലമാണ് മേമ്മുറി ആയതെന്നും ഐതിഹ്യത്തിൽ പറയുന്നു. ഇവിടെ ഭരതസ്വാമി പടിഞ്ഞാട്ട് ദർശനമായി ഇരിക്കുകയാണ്. അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ഉത്തമ ഭക്തനും മാതൃകാ പുരുഷനുമായ ഭരതസ്വാമിയുടെ ദർശനം. ആ ദർശനത്തിനായാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ഇന്ന് ഇതിപ്പോൾ ഒരു മനയുടെ നിയന്ത്രണത്തിലാണ്. ഈ ക്ഷേത്രവും മാമലശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം നമ്മൾ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ഹരേ രാമ ഹരേ രാമ. ഓം ശ്രീ ലക്ഷ്മണായ നമഃ. നേരെ നാലമ്പല തീർത്ഥാടന വഴിയിലെ 3ാമത്തെ ക്ഷേത്രമായ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയുടെ വടക്കേ അറ്റത്ത് മുളക്കുളം എന്ന ഗ്രാമത്തിലാണ്. മുളക്കുളം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് മറ്റു 3 ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതിയും ചേർന്നാണ്. ഓരോ വർഷവും ഭക്തജന തിരക്ക് അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ഉപദേശക സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വളരെയധികം സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കുന്നുണ്ട്. ഇവിടെ രാവിലെ മുതലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി വരുന്നുണ്ട്. ഭക്തജനങ്ങൾക്കുള്ള വഴിപാട് പ്രസാദം എല്ലാം ഇവിടെ രാവിലെ മുതൽ തന്നെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എത്തുന്ന ദൂരങ്ങളിലെത്തുന്നവർക്കെല്ലാം അത്യാവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, മറ്റെല്ലാ പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം വർദ്ധിപ്പിക്കുന്നതിനായി ഓരോ വർഷവുമായുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. അറിവും ഐശ്വര്യവും രോഗശാന്തിയും ഇതാണ് ഈ നാട്ടിലെ ഒരു മന്ത്രമായി തന്നെ കണക്കാക്കുന്നത്. ഇത് മുഴുവൻ ഈ ഭഗവാന്റെ വരദാനമാണ്. ഇതിന് 3നും പ്രത്യേക കാരണമുണ്ട്. രാമായണത്തിൽ പരമാത്മ സ്വരൂപമായ ശ്രീരാമചന്ദ്രനിൽ നിന്നും പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം ലഭിക്കുവാൻ അവസരമുണ്ടായിട്ടുള്ളത് ശ്രീ ലക്ഷ്മണസ്വാമിക്കാണ്. അതോടൊപ്പം അതാണ് അദ്ദേഹം അറിവിൻ്റെ ദേവനായി മാറുന്നത്. അതോടൊപ്പം തന്നെ പരമാത്മ സ്വരൂപത്തിൻ്റെ സാമീപ്യം എപ്പോഴും ഉള്ളതുകൊണ്ട്, ജ്യേഷ്ഠൻ്റെ സാമീപ്യം എപ്പോഴും ഉള്ളതുകൊണ്ട് ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അനന്തമൂർത്തിയാണ്, അനന്തൻ്റെ അവതാരമാണ്. അത് തന്നെ രോഗശാന്തിക്കും കാരണമായി. ഇത് 3നും ഇവിടെ പ്രസിദ്ധമാണ്. ഇതിനായി ഒരുപാട് അന്യദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ വണങ്ങാറും പ്രാർത്ഥിക്കാറുമുണ്ട്. ഇത് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രമാണ്. ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ നാലമ്പല തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലമ്പല തീർത്ഥാടന വഴികളിലെ 3ാമത്തെ ക്ഷേത്രമാണ് ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മുളക്കുളം പഞ്ചായത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ വികസന കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ചേർന്നാണ്. ഇപ്പോൾ ഈ
നടന്നുകൊണ്ടിരിക്കുന്ന നാലമ്പല തീർത്ഥാടനം ഈ വർഷം ഭക്തജന തിരക്ക് വളരെ ഏറിയ ഭക്തജന തിരക്കാണ് ഉള്ളത്. ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ ഈ നാലമ്പല തീർത്ഥാടനത്തിന് ഒരു കമ്മിറ്റിയുണ്ട്, നാലമ്പല കമ്മിറ്റി. അവരും ഇതിന് സജീവമായിട്ട് ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. അനുഗ്രഹവും അറിവും ഐശ്വര്യവും രോഗശാന്തിയുമായിക്കൊണ്ട് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് എല്ലാവരുടെയും ആശാകേന്ദ്രമായി ശ്രീലക്ഷ്മണസ്വാമി കുടികൊള്ളുകയാണ്. അത് നാലമ്പല തീർത്ഥാടന വഴിയിലെ 4ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്ര നടയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഭരത ശത്രുഘ്നന്മാർ ശ്രീരാമസ്വാമിയെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി വനയാത്ര പുറപ്പെടുകയും കാട്ടിലെത്തി ജ്യേഷ്ഠനെ തിരയുന്ന വേളയിൽ അവർക്ക് കാട്ടിൽ വഴി തിരിഞ്ഞു പോവുകയും ഇളയവനായ ശത്രുഘ്നൻ ഒരു നെടുങ്കാട്ടിലകപ്പെടുകയും ചെയ്തു. അദ്ദേഹം അകപ്പെട്ട ആ നെടുങ്ങാടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഇന്ന് നിലനിൽക്കുന്ന നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. നാലമ്പല തീർത്ഥാടനത്തിനായി ഇവിടെ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയ കാലം തൊട്ട് അഭിവൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അതോടൊപ്പം ഈ നാട്ടിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെയും എല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായി ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്കായുള്ള ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോ വർഷവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്ര സമർപ്പണം ഇവിടെ ഇന്ന് പ്രധാന വഴിപാടാണ്. ഇത് ഇന്ന് കേരളം മുഴുവൻ ഇന്ന് അത് പ്രസിദ്ധമാണ്. അതിനൊരു പ്രത്യേകത, യാതൊരു കൃത്രിമത്വമില്ല. കുരുത്തോലയിൽ തീർത്ത ചക്രമാണ്. നമുക്കൊരു വർഷം ഇവിടെ വീട്ടിൽ സൂക്ഷിക്കാം. ഇത് പൂജിച്ച് തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിക്കുന്ന ഈ ചക്ര സമർപ്പണം ഇവിടുത്തെ വഴിപാട്. അതിന്ന് നാട്ടിലെ ജനങ്ങൾ ആ വഴിപാടിനെ വളരെ ഭക്ത്യാദരപൂർവ്വം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് വളരെ പ്രസിദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ്. നാലമ്പല തീർത്ഥാടന വഴിയിലെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നമ്മളെത്തിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടനം നിർവഹിക്കുന്ന നാലമ്പല തീർത്ഥാടന സമിതിയാണ്. ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയുടെ വടക്കേയറ്റത്താണെങ്കിൽ എറണാകുളം ജില്ലയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങൾ എന്നൊരു പ്രത്യേക പേര് കൊടുക്കുവാൻ കാരണം. 3 ക്ഷേത്രങ്ങളും എറണാകുളം ജില്ലയിലും ഒരു ക്ഷേത്രമായ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയുടെ വടക്കേയറ്റത്തും എറണാകുളം ജില്ലയ്ക്ക് തൊട്ടടുത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ക്ഷേത്രം മാത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്. എല്ലാവരും ഒരുമയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും ഉപദേശ സമിതിയും മറ്റ് ക്ഷേത്രങ്ങളും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാം കൂടി ഒരുമിച്ച് ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്കായും ഭക്തജന സൗകര്യത്തിനായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ: ഹരേ രാമ ഹരേ രാമ. ഈ ഭക്തിയും വിശ്വാസവും ഇതും എന്നും നിലനിൽക്കട്ടെ. ഹരേ രാമ ഹരേ രാമ.